ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഇടിഞ്ചക്കയുടെ കുറുമയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഹം ബനാനെ ജാരെ കട്ടൽ കാ കുറുമ ദിഖാएंगे कैसे. ഇടിഞ്ചക്ക ഞാൻ മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. कटल धो के इसका छिलका सब निकाल के इतना बड़ा बड़ा काट के रखा है. अभी एक बर्तन में डाल दो. നമുക്ക് പാത്രത്തിനകത്തോട്ട് ഈ ചക്ക ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. इसमें नमक डालो, മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഹൽദി डालो, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ नारियल तेल डालो. कुछ भी तेल डालने से भी अच्छा है. കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. थोड़ा കരിയാപ്പില इसमें डालना है. दो हरी मिर्च, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 ടൊമാറ്റോ, 2 ടൊമാറ്റോ, 2 ആലു, 2 ഉരുളക്കിഴങ്ങാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഐസി കാട്ടിക്ക് കളയുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. सब अच्छा से मिक्स करके മെറിനേറ്റ് करने के लिए रखेंगे. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മെറിനേറ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് മാറ്റി अच्छा से मिक्स करके दम करके 15 मिनट रखेंगे. നമ്മൾ മെറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയാണ്. മെറിനേറ്റ് करके रखा था कटल. इसमें अभी हम नारियल का दूध डालने जा रहे हैं. നമ്മൾ തേങ്ങാപ്പാലിനകത്താണ് വേവിച്ചുണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. नारियल से दूध निकाल के रखा है. फर्स्ट में निकाल कर रखा है ये वाला, फर्स्ट वाला दूध. ये सेकंड वाला है, ये थर्ड वाला है. നമ്മൾ ആദ്യത്തെ പാലും രണ്ടാമത്തെ പാലും മൂന്നാമത്തെ പാലാണ്. മൂന്നാമത്തെ പാൽ 1 കപ്പുണ്ട്, അതൊഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിക്കാം. थर्ड वाला दूध अभी डाल के अच्छा से बॉईल करना है. നല്ലതായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ചക്ക വെന്തുകൊണ്ടിരിക്കുകയാണ്. कटल अच्छे से पकने के लिए रखा है. अभी इसके लिए मसाला बनाएंगे. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ട്. എണ്ണ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞ് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. नारियल तेल डाल के गरम हो गया. अभी इसमें सरसों डाल दें. कड़ी इट കൊടുക്കാം. നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. അദ്രക്, ലഹസൂൻ, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കാം. हल्का फ्राई करना है. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 हरी मिर्च डालेंगे. छोटा प्याज 1 കപ്പാണ്. 1 കപ്പ് छोटा प्याज, 1 കപ്പ് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. अच्छे ഫ്രൈ करना है. ഉള്ളി ഒരുവിധം നന്നായിട്ട് വഴന്നു കഴിഞ്ഞു. प्याज थोड़ा फ्राई हो गया. अभी मसाला डालना है. നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മിർച്ച പൗഡർ 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മിർച്ച പൗഡർ. धनिया पाउडर 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഹൽദി പൗഡർ 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ, കുരുമുളക് പൊടി ഗോൾ മിർച്ചിക്ക പൗഡർ 1/2 ടീസ്പൂൺ. എല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇലാക്കി अच्छे മിക്സ് कर മസാല ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാല പോരെ അഭി थोड़ा नमक डालेंगे. इसमें ഇത്തിരി നമുക്ക് ഇതിനകത്ത് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. मसाला നല്ലതായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. मसाला अच्छे से फ्राई हो गया. बॉईल करने के लिए कटल रखा था, वो भी अच्छे से हुआ. നമ്മുടെ ചക്ക വേവിക്കാൻ വെച്ചിരുന്നതും കൂടെ നല്ലതായിട്ടുണ്ട്. അതിൻ്റെ വെള്ളം എല്ലാം പറ്റി. इसका पानी सब सूख गया है. अभी ये कटल निकाल के मसाला में डालेंगे. നമുക്ക് ഈ ചക്ക എടുത്ത് മസാലയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. ये पूरा इसमें डालेंगे. ഇത് മുഴുവനും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചക്ക ഉരുളക്കിഴങ്ങും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. अच्छे से मिक्स करना है. आलू और कटल डाल के मसाला में अच्छे से मिक्स करके 5 मिनट रखना है. 5 മിനിറ്റ് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് हो गया. अभी सेकंड वाला नारियल का दूध डालेंगे. നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. सेकंड वाला नारियल दूध
डालेंगे നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഇതൊന്ന് പറ്റി വരാൻ കൊടുക്കാം अच्छे से मिक्स करके और 5 मिनट रखेंगे 5 മിനിറ്റും കൂടെ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അടച്ച് വെച്ച് വേവിക്കാം अच्छे से मिक्स करके दम करके अच्छे से बॉईल होने के लिए रखेंगे ഞാൻ ഒരു പിടി പറങ്ങാണ്ടി എടുത്തിട്ടുണ്ട് एक मुट्ठी काजू लिया है मिक्सी का जार में डाल के पाउडर करना है पाउडर നമുക്കിതൊന്ന് പറങ്ങാണ്ടി പൗഡർ ചെയ്തുകൊണ്ട് വരാം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒന്നാം പാലാണ് कोकोनट मिल्क फर्स्ट वाला है काजू में डाल के अच्छे से पीसना है നമുക്ക് ഈ ഒന്നാം പാൽ ഒഴിച്ച് പറങ്ങാണ്ടി നല്ലതായിട്ട് അരച്ചുകൊണ്ട് വരാം ചക്ക നമുക്ക് നോക്കാം चक्कर थोड़ा देखेंगे ये मसाला में सेकंड वाला कोकोनट मिल्क में अच्छे से मिला के अच्छे से हो गया നല്ലതായിട്ട് രണ്ടാം പാലിനകത്ത് കിടന്ന് നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു നമുക്കിപ്പം ഒന്നാം പാലിനകത്ത് അരച്ചെടുത്ത പറങ്ങാണ്ടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം फर्स्ट वाला कोकोनट मिल्क में हम काजू पीस करके डाला है ये इसमें डालेंगे ഇതിനകത്ത് നമുക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി हल्का से गरम करने से हो जाएगा ഒന്നാം പാലും പറങ്ങാണ്ടിയും കൂടെ അരിച്ചതാണ് നമ്മൾ ലാസ്റ്റിൽ ഒഴിച്ചത് काजू और फर्स्ट वाला कोकोनट मिल्क भी मिला के अच्छे से पीस के इसमें डाल दिया है अभी ഗ്യാസ് ഓഫ് करना है നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇടിഞ്ചക്ക കുറുമ റെഡി ആയി കഴിഞ്ഞു വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേരള സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ് सब लोग घर में थोड़ा ट्राई करके देखिएगा केरला स्टाइल का कटहल का कुरमा है प्लीज लाइक शेयर एंड सब्सक्राइब थैंक यू फॉर वॉचिंग